ഹേയ് ഫോക്സ്, ഇന്ന് വനിതാ ദിനം. അപ്പം എന്താ പറയുക, ജീവിതത്തിൽ കഥകളിലും ചരിത്രങ്ങളിലും പുരാണങ്ങളിലും ഒക്കെ പേരുകേട്ട ഒരുപാട് സ്ത്രീ കഥാപാത്രങ്ങളുണ്ട്. ഈവൻ നമ്മുടെ വീട്ടിൽ കൊണ്ടൊരു പോരാളി അല്ലേ. അപ്പൊ ആ പോരാളി അടക്കം ഞാനടക്കമുള്ള നിങ്ങൾ എല്ലാവരും കൂടെ ചേർന്നിട്ടുള്ള ഒരു സമൂഹം, ആ വനിതാ സമൂഹത്തിലെ എല്ലാ ആൾക്കാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി വിമൻസ് ഡേ. തങ്കമണി. അപ്പൊ ഈ പേര് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും വനിതാ ദിനമായിട്ട് ഇവിടെ സ്ത്രീ കഥാപാത്രങ്ങളുടെ ഏതെങ്കിലും സിനിമയെ പറ്റി പറയുന്നത്. ഒരിക്കലും അല്ല. രതീഷ് രഘുനന്ദനം ഡയറക്ട് ചെയ്ത് തിരക്കഥ എഴുതിയ ഒരു ക്രൈം ത്രില്ലറാണ് തങ്കമണി എന്ന് പറയുന്നത്. അപ്പൊ ഈ തങ്കമണി എന്ന് പറയുന്ന സിനിമയുടെ ഒരു പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രദേശം, ഒരു നാട്, ആ നാട്ടിൽ അവിടുത്തെ ഭരണകൂടവും അതുപോലെ തന്നെ പോലീസിനെ എല്ലാം കൂടെ കയറി എന്താ പറയുക, അവരെ ദ്രോഹിച്ച് അഴിഞ്ഞാടി അതിൻ്റെ പേരിൽ നരകയാതന അനുഭവിക്കുന്ന ഒരു നാടും ആ നാട്ടുകാരെയും പറ്റിയുള്ള ഒരു കഥയാണ്. 1986 നടന്ന സംഭവത്തെ, റിയൽ ഇൻസിഡന്റിനെ ഇൻസ്പയർ ചെയ്ത് എടുത്തിരിക്കുന്ന ഒരു മൂവിയാണ്. പിന്നെ ഇതിൻ്റെ ഡയറക്ടറായിട്ടുള്ള രതീഷ് രഘുനന്ദനന്റെ ഒരു ഏറ്റവും വലിയ ഭാഗ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ തന്നെയാണ് ഇത് ഡയറക്ട് ചെയ്തിരിക്കുന്നതും അതുപോലെ തിരക്കഥ എഴുതിയിരിക്കുന്നതും. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന്റെ എന്ത് അഭിപ്രായം ഉണ്ടെങ്കിലും പുള്ളി ഒറ്റയ്ക്ക് അനുഭവിച്ചാൽ മതി, വേറെ ആർക്കും ഷെയർ ചെയ്ത് കൊടുക്കുകയേ വേണ്ട. പുള്ളിക്ക് ഒറ്റയ്ക്ക് സ്വന്തമാക്കാതല്ല. ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന RB ചൗധരിയാണ്. ഈ RB ചൗധരി ഇപ്പൊ എവിടെ ഉണ്ടെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഇത് ഈ സിനിമ വിജയിച്ചതും കോടികൾ സമ്പാദിച്ചതും പുള്ളി അറിഞ്ഞു കാണുമായിരിക്കും. ഇനി ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്ന ഇഷ്ടം പോലെ, മറ്റേ നമ്മള് ഒരു പാർട്ടി സമ്മേളനത്തിനൊക്കെ പോകുന്ന മാതിരി എന്തോരം ആൾക്കാർ, ഒരു നാടെന്ന് പറയാൻ നാട് മൊത്തം ഇറങ്ങി വരുന്നുണ്ട്. അപ്പം ഇതിൽ പല ആൾക്കാരും 1 മിനിറ്റ് ഒക്കെ വന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പൊ അവർക്ക് ഇവരൊക്കെ എന്തിനാണ് വന്നതെന്ന് അവർക്ക് തന്നെ അറിയത്തില്ല, കണ്ടോണ്ടിരുന്ന നമുക്കും അറിയത്തില്ല ഇവരൊക്കെ എന്തിനാണ് വന്നതെന്ന്. അപ്പൊ എന്റെ ജനപ്രിയ നായകനാണ് ഇതിന്റെ നായകൻ. ഞാൻ എന്തീ പറഞ്ഞേ, ഈ ജനപ്രിയ നായകനായിട്ടുള്ള ദിലീപാണ് ഈ സിനിമയുടെ നായകൻ. അതുപോലെ തന്നെ നീതാ പിള്ള, പൂമരം എന്നൊക്കെ പറയുന്ന സിനിമ. പിന്നെ അതിനുശേഷം സുരേഷ് ഗോപിയുടെ കൂടെ ഒരു മൂവിയില് പല മൂവീസിലും ഉണ്ട്. ഈ മൂവീസിലൊക്കെ എനിക്ക് പുള്ളിക്കാരുടെ അഭിനയം അത്യാവശ്യം നല്ല ഇഷ്ടമാണ്. കാരണം വലിയ ബോറടിപ്പിക്കാത്ത, ക്രിഞ്ചടിപ്പിക്കാത്ത ഒരു പ്രത്യേകതര അഭിനയം കാഴ്ചവെക്കുന്ന ഒരു അഭിനേത്രിയാണ് നീതാ പിള്ള. പിന്നെ പ്രണീത സുഭാഷ്. പ്രണീത സുഭാഷ് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാമോന്ന് അറിയില്ല, നമ്മുടെ കാജൽ അഗർവാളിന്റെ സിസ്റ്ററാണ് പ്രണീത. പുള്ളിക്കാരി ഇവിടം വരെ വന്ന് അഭിനയിച്ചിട്ട് നമ്മളെ മലയാളികളെ പറ്റി എന്ത് ചിന്തിച്ച് കാണുമോ എന്നുള്ളതാണ് എൻ്റെ ഒരു ടെൻഷൻ. എന്ത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, കാര്യം ചിന്തിച്ചിട്ട് തിരിച്ചു പോയി കാണും. എന്തായാലും അത് കൊള്ളാം. കറക്റ്റ് പ്രണീതയെ തന്നെ കൊണ്ടുവരേണ്ട കാര്യം ഉണ്ടായിരുന്നു എന്നെനിക്ക് തോന്നിപ്പോയി. പിന്നെ സുദേവ് നായർ, അതുപോലെ തന്നെ സിദ്ദിഖ്, മേജർ രവി, ജോൺ വിജയ്, പിന്നെ ആരാണ്, അജ്മൽ അമീർ, മാളവിക മേനൻ, അങ്ങനെ ഒട്ടനവധി. ഇതിനകത്ത് ഏറ്റവും വലിയ സെന്റർ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറഞ്ഞ് 1 മിനിറ്റ് വന്ന ആൾക്കാർ ഉൾപ്പെടുന്ന ആൾക്കാരാണ് നമ്മുടെ ദാസേട്ടൻ കോഴിക്കോടുണ്ട്. പുള്ളിയുടെ ഒരു ഡാൻസ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷെ ഭാഗ്യത്തിന് ഉണ്ടായില്ല. മഹാഭാഗ്യം. അതുപോലെ തന്നെ നമ്മുടെ ആസ്ട്രോളജർ ഹരി പത്തനാപുരം 1 മിനിറ്റ് വന്ന് പോകുന്നുണ്ട്. അപ്പൊ ശരിക്കും ഈ ഡയറക്ടറോടും അതുപോലെ തന്നെ ഈ സിനിമയോടും എനിക്ക് നന്ദി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭിനയത്തോട് വല്ലാത്ത അഭിനിവേശമുള്ള, അഭിനയിക്കാനായിട്ട് 1 മിനിറ്റ് അല്ലെങ്കിൽ ഒരു സെക്കൻഡ് വന്ന് അഭിനയിച്ചിട്ട് മനസ്സ് കാണിച്ച ഇവരോടും അതുപോലെ തന്നെ അവരെ മുൻനിരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പരിശ്രമിച്ച ഡയറക്ടറോടും ഞാൻ ഈ അവസരം നന്ദി വേണം. വെരി ഗുഡ്, നല്ലൊരു അറ്റംപ്റ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ എന്താ പറയുക, അഭിനേതാക്കളെ കൊണ്ട് തിങ്ങി നിറഞ്ഞ് ശ്വാസം വിടാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു ഇതായിരുന്നു. പിന്നെ അവരുടെ അഭിനയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീര അഭിനയമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ദിലീപിന്റെ അപ്പിയറൻസ് എന്ന് പറഞ്ഞാൽ ശരിക്കും മുന്നേ ഇറങ്ങിയ ഒരു വമ്പൻ വല്ലാത്ത ഗംഭീര ബഡ്ജറ്റിൽ എടുത്തിരിക്കുന്ന അതിന്റെ ഇരട്ടി തിരിച്ച് സമ്പാദിച്ചെടുത്ത ബാന്ദ്ര എന്ന് പറയുന്ന സിനിമയാണ് ഞാൻ പെട്ടെന്ന് ഓർത്തത് ആ ഒരു അപ്പിയറൻസ് കണ്ടപ്പം. കാരണം ഇപ്പം ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് ബാന്ദ്ര റിലീസായെന്ന് വെക്കുക. അപ്പം അതിനകത്തുള്ള ദിലീപ് ഇച്ചിരി നരച്ച് പ്രായമായി വന്നു കഴിഞ്ഞാൽ എങ്ങനെയിരിക്കും? അതേ വിഗ്, അതേ താടി, അത് ഇത്രയും ക്വാളിറ്റി ഉള്ള ഒരു വിഗും താടിയൊക്കെ ഇവരെവിടെ നിന്ന് ഈ കോസ്റ്റ്യൂം ഡിസൈനേഴ്സ് കണ്ടുപിടിക്കുമെന്നാണ് ഞാൻ ആലോചിച്ചത്. ശരിക്കും പറഞ്ഞാൽ വിഗായിട്ട് നമുക്ക് മനസ്സിലാവും, ഒരു കള്ളത്തരവും ഇല്ല, വേറൊന്നുമായിട്ട് തോന്നത്തില്ല. അല്ലെ സാമ്പാർ കണ്ടു കഴിഞ്ഞാൽ രസമാണെന്ന് തോന്നുന്നു പറയുന്ന പോലെ ഒരിക്കലും അല്ല, വിഗായിട്ട് തന്നെ തോന്നും. കാര്യം അത്രയും ക്വാളിറ്റിയാണ്. കാര്യം അല്ല, ഒരു പഴയ കാലഘട്ടം 86 കാലഘട്ടം ആയതുകൊണ്ട് തന്നെ ആ ഒരു കാലഘട്ടത്തൊക്കെ കാണിക്കാൻ വേണ്ടിയുള്ള ആ ഒരു കോസ്റ്റ്യൂംസ് ഒക്കെ സോ അട്രാക്റ്റീവ്. എൻ്റെ പൊന്നെ, എന്നെ വല്ലാണ്ട് ആകർഷിച്ചു, ആകർഷിച്ചു. വിഗും മനോജ് കെ ജയനും കിട്ടി വിഗ്. പുള്ളിക്ക് വിഗ് കൊടുക്കാന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിപ്പിച്ചാണെന്ന് പോകും. അങ്ങനെ എൻ്റെ പൊന്നെ, പിന്നെ അഭിനയത്തെ പറ്റി പറയുമ്പം എന്താ അഭിനയം, എവിടെയും കണ്ടിട്ടില്ല. പുതിയ തരത്തിലുള്ള പല എലമെന്റ്സും ആഡ് ചെയ്ത് വളരെ യുണീക്ക് ആയിട്ടുള്ളൊരു അഭിനയമായിരുന്നു ഓരോ ആൾക്കാരുടെയും. ഒരാളെ നല്ല, എല്ലാവരും അത് എന്താ പറയുക, കറക്റ്റായിട്ട് അവരത് ഫോളോ ചെയ്തിട്ടുണ്ട്. ഈ ഒട്ടുമിക്ക ആൾക്കാരും ഫോളോ ചെയ്തിട്ടുണ്ട്. അടുത്ത പറഞ്ഞാൽ എഡിറ്റിംഗ്. ഈ സിനിമയിൽ എഡിറ്റിംഗ് ഉണ്ടോ എന്ന് ഞാനൊന്ന് നിമിഷം ആലോചിച്ചു. കാണുമായിരിക്കും, ഞാൻ കണ്ടില്ല. ഉണ്ടെങ്കിൽ നന്നായിരിക്കും. ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ പറയണം കേട്ടോ, കമന്റ് ചെയ്താൽ മതി. അടുത്ത് പറഞ്ഞാൽ ഇതിന്റെ ഒരു പാട്ട് ആൻഡ് ബീജിയം
പാട്ടിൽ ആൻഡ് BGM-ലേക്ക് വരുമ്പോൾ പാട്ട് എന്ന് പറഞ്ഞാൽ 2 പാട്ടുകളുണ്ട്, കുറച്ച് മെലോഡിയസ് ആയതുകൊണ്ട് എന്താ പറയുന്നത്, നമുക്കൊരു ഇച്ചിരി ആശ്വാസം. എനിക്ക് ഇഷ്ടപ്പെട്ട പാട്ട് ഇഷ്ടപ്പെട്ട് കൊള്ളാം, കുഴപ്പമില്ല, ഇച്ചിരി അതായിരുന്നു ആകെയുള്ളൊരു ആശ്വാസം എന്ന് പറയുന്നത്. വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ അങ്ങ് പോയി. പിന്നെ നമ്മൾ ഈ ക്രൈം ത്രില്ലർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതൊരു കില്ലറുണ്ട്. അപ്പൊ പുള്ളിയുടെ ഒരു സാധാരണക്കാരന്റെ പ്രശ്നം എന്താണ്, അയാളുടെ വീട്, അമ്മ, സഹോദരി, ഭാര്യ, ജോലി, ആ സ്റ്റേഷൻ. ഇത് എവിടെയും കാണാത്തത് കൊണ്ട് എനിക്ക് വളരെ ഒരു പുതിയൊരു സംഭവമായിട്ട് തോന്നി. അതും തിയേറ്റർ എക്സ്പീരിയൻസ് എന്നൊക്കെ പറഞ്ഞാൽ വേറെ ലെവൽ. എൻ്റെ പൊന്നോ, അടിപൊളിയാണ്. അപ്പൊ അങ്ങനെ യൂഷ്വലി ഞാൻ ആദ്യം തെറ്റിപ്പറഞ്ഞ സാധനം ഞാനിപ്പോൾ ഉറപ്പിച്ചു പറയണം, ക്രിഞ്ച് ത്രില്ലർ എന്ന് പറഞ്ഞാലും വരെ ക്രിഞ്ച്. അപ്പൊ നമ്മളെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് തോന്നിപ്പിക്കുന്ന, നമ്മളെ ഇമോഷണൽ ആക്കുന്ന, നമ്മളെ എന്താ പറയുക, ശരിക്കും കണ്ണീരിലാഴ്ത്തി പോകുന്ന, കണ്ണീര് കാണാൻ തിയേറ്റർ മൊത്തം വെള്ളപ്പൊക്കം ആവുമെന്ന് പോലെ ഞാൻ പേടിച്ചു പോയി. അമ്മാതിരി കുറച്ച് സീൻസ് ഒക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ, അടിപൊളി. ക്ലൈമാക്സ് എന്നൊക്കെ പറഞ്ഞാൽ അൺഎക്സ്പെക്റ്റഡ്, ടെസ്റ്റ്. എനിക്ക് തോന്നുന്നു അതിനകത്ത് അഭിനയിച്ച ആൾക്കാർ പോലും ക്ലൈമാക്സ് കരഞ്ഞു പോയെന്നാണ് ഞാൻ വിചാരിച്ചത്. അമ്മാതിരി ടെസ്റ്റ് ആയിരുന്നു കേട്ടോ, അല്ലാത്ത ടെസ്റ്റ്. പിന്നെ ബാന്ദ്ര പൊട്ടിയ പൊട്ടൽ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഇത് പൊട്ടിയാലും വലിയ ശബ്ദമൊന്നും ഉണ്ടാകത്തില്ല, അതിന് കുഴപ്പമില്ല. പിന്നെ റിവ്യൂ ബോംബിങ് കാരണം പൊട്ടിപ്പോയ ബാന്ദ്രയും ഇതിനിപ്പോൾ അതിനെ റിവ്യൂ ചെയ്ത് പൊട്ടിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പ്രത്യേകിച്ചൊന്നും സംഭവിക്കാനില്ല. ട്രെയിലർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായതാണ്, കാര്യം ഇത് അനുഭവിച്ചേ തീരൂ. ട്രെയിലർ കണ്ട് മനസ്സിലാക്കിയിട്ട് പോലും വീണ്ടും തിയേറ്ററിൽ പോലും അനുഭവിക്കാൻ കാണിച്ച എന്നെപ്പോലുള്ള ആൾക്കാരുടെ മനസ്സ്, വല്ലാത്തൊരു മനസ്സാണ് ശരിക്കും. ഈ സിനിമ തിയേറ്ററിൽ കാണാത്ത ആൾക്കാരോട് എനിക്ക് പറയാനുള്ളത്, ഈ വർഷത്തെ വാരഫലം വെച്ച് നിങ്ങൾക്ക് നല്ല സമയമാണ്. ഇപ്പം നിങ്ങൾ ഇതേപോലെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി. ഒന്ന് സൈഡിലോട്ട്, ലെഫ്റ്റിലോട്ടോ റൈറ്റിലോട്ടോ ഒന്നും പോകണ്ട, ഇത് തന്നെയാണ് കറക്റ്റ് പാത്ത്. എനിക്കിപ്പം നല്ല സമയമല്ല, വളരെ മോശം സമയമാണ്. അപ്പൊ ഇത്രയും ഒരു അടിപൊളി മൂവി, അതായത് മുന്നേ ഇറങ്ങിയ കുറെ വമ്പൻ ഹിറ്റുകൾക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി എടുത്ത ഒരു സിനിമയാണ് ഈ തങ്കമണി എന്ന് പറയുന്നത്. അപ്പം ഇതുപോലെ ആ തങ്കം പോലത്തെ ഈ സിനിമ നമുക്ക് സമ്മാനിച്ച ഇതിന്റെ ഡയറക്ടറോടും അതുപോലെ തന്നെ അതിനുവേണ്ടി കാശ് മുടക്കിയ പ്രൊഡ്യൂസറോടും പിന്നെ ഇതിനകത്ത് അഭിനയിച്ച സകലമാന ആൾക്കാരോടും പിന്നെ എല്ലാം ആർട്ട് വർക്ക്, സകല എഡിറ്റിങ്, സിനിമാറ്റോഗ്രാഫി എന്തെല്ലാം ഉണ്ടോ അതെല്ലാത്തിനോടും ഭയങ്കരമായൊരു നന്ദിയുണ്ട്. അത്ര ഗംഭീര സിനിമയാണ് എൻ്റെ പൊന്നോ. അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ പോയി കണ്ട ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സ്പീരിയൻസ് ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം. കാരണം എനിക്കറിയണം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. കാണാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നന്നായിട്ട് ആലോചിച്ചൊരു തീരുമാനം എടുക്കുക. കാരണം നിങ്ങളുടെ പൈസയാണ്, നിങ്ങളുടെ കണ്ണാണ്, നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഓക്കെ, അപ്പം അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.